നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ ഹാപ്പി വിഷു നേരുകയാണ്. ഈ വർഷം എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും വർഷമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് നമ്മുടെ കേരള ബാങ്കിന്റെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അറിയിപ്പാണ്. അപ്പോൾ കേരള ബാങ്കിൽ ഉടനെ തന്നെ LGSന്റെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്നൊരു കാര്യം തന്നെയാണ്, നമ്മുടെ ജില്ലാ ബാങ്കുകൾ കേരള കോപ്പറേറ്റീവ് ബാങ്കുകളുമായിട്ട് യോജിച്ചുകൊണ്ട് കേരള ബാങ്ക് രൂപീകരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുണ്ടെങ്കിലും നിലവിൽ ഇതുവരെ അതിൻ്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊന്നും പരീക്ഷ നടത്തുകയോ നോട്ടിഫിക്കേഷൻസ് വരികയോ ചെയ്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് കേരള PSCക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് ചെക്ക് ചെയ്യാനായിട്ട് കേരള ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഉടനെ തന്നെ നമ്മുടെ കേരള ബാങ്കിൻ്റെ ഓഫീസ് അറ്റൻഡൻ്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള പരീക്ഷ വരിക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊരു LGS പരീക്ഷയാണ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ യോഗ്യതയും വയസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ പറയാം, PSC കിട്ടത്തില്ല അല്ലെങ്കിൽ നമ്മുടെ ഏജ് ലിമിറ്റ് കഴിഞ്ഞു എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് ഒരു സന്തോഷം തരുന്ന വാർത്തയാണ് നമ്മുടെ കേരള ബാങ്കിൻ്റെ ഈ ഒരു ഓഫീസ് അറ്റൻഡൻ്റ് എന്ന് പറയുന്ന തസ്തിക. കാര്യം 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഓഫീസ് അറ്റൻഡൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. ഇത് ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് പറഞ്ഞത്. എന്നാൽ ഇത് ബാക്കിയുള്ളവർ വരുമ്പോൾ എന്ന് പറയുമ്പോൾ OBC SC ST ഒക്കെ വരുമ്പോഴത്തേക്കും 3 വയസ്സ് 5 വയസ്സൊക്കെ വെച്ച് എന്ത് ചെയ്യും, ഈ 40+3 43 45 വയസ്സൊക്കെ അതുമായിട്ട് ചേഞ്ച് ചെയ്യും. എന്ത് തന്നെ ആയാലും കേരള PSCയിലെ യോഗ്യത അല്ലെങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് കഴിഞ്ഞു എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കുള്ള ഒരു സുവർണ അവസരം തന്നെയാണ് കേരള ബാങ്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് 7ാം ക്ലാസ് ആണ്. അതൊന്ന് ശ്രദ്ധിക്കുക. ഡിഗ്രിക്കാർക്ക് ഈ പരീക്ഷ എഴുതാനായിട്ട് കഴിയത്തില്ല. ഇതിൽ നമുക്ക് പൊതുവെ 2 തരത്തിലുള്ള വേക്കൻസീസ് ആണ് വരുന്നത്. ഒന്ന് സൊസൈറ്റി വേക്കൻസിയും, രണ്ടെന്ന് പറയുന്നത് ഓപ്പൺ കാറ്റഗറിയുടെ വേക്കൻസിയും. ഈ സൊസൈറ്റി വേക്കൻസിക്കകത്ത് ഡിഗ്രി ഉള്ളത് ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലായ്മയായിട്ട് മാറത്തില്ല. കാര്യം അത് കേരള ബാങ്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിലുള്ള ജീവനക്കാരും ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അവരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു ഒഴിവിനെയാണ് നമ്മൾ സൊസൈറ്റി വേക്കൻസീസ് എന്ന് പറയുന്നത്. നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓപ്പൺ കാറ്റഗറിയുടെ വേക്കൻസിയുടെ കാര്യവും അതിൻ്റെ ക്വാളിഫിക്കേഷനും നോക്കിയാൽ മതി. ഓപ്പൺ കാറ്റഗറിയുടെ ക്വാളിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും 7th പാസ്സാണ് എന്ന് പറഞ്ഞാൽ ഡിഗ്രിക്കാർക്ക് പരീക്ഷ എഴുതാനായിട്ട് കഴിയത്തില്ല. LGS പരീക്ഷയാണ്. ഓക്കെ, അത് ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഒരുപാട് പേർക്കത് ഒരു സന്തോഷവും ഒരുപാട് പേർക്ക് അതൊരു ആശ്വാസവും കൊടുക്കുന്ന വാർത്ത കൂടിയാണ് അല്ലേ. അപ്പോൾ എന്ത് തന്നെയായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഏജ് ലിമിറ്റ് കഴിഞ്ഞു എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഏജ് ലിമിറ്റ് കഴിഞ്ഞു ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നവർക്കുള്ള ഒരു അവസരം തന്നെയാണ് കേരള ബാങ്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 16,000 രൂപ മുതൽ 40,000 രൂപ വരെ വരുന്ന സാലറി സ്കെയിലാണ് നമ്മുടെ കേരള ബാങ്കിനുള്ളത്. ഇതിൻ്റെ വേക്കൻസീസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 450 മുതൽ 600 വേക്കൻസികൾ വരെ വരുന്ന ഒരു പോസ്റ്റാണ് നിലവിലിപ്പോൾ കേരള ബാങ്കിൽ വന്നിട്ടുള്ളത്. ഈ 600 വേക്കൻസികൾ ഉണ്ടെങ്കിലും ഈ 600ഉം നമുക്ക് കിട്ടത്തില്ല. അതിനകത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോഷൻ വഴി പോകുന്നതും സൊസൈറ്റി വേക്കൻസീസും കാര്യങ്ങളെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ഞാൻ 600 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കേരള PSC വഴി കിട്ടുക എന്ന് പറയുന്നത് ഒരു 450-500ഓളം വേക്കൻസികളായിരിക്കും നമ്മുടെ കേരള PSC വഴി നമുക്ക് അപ്ലൈ ചെയ്ത് എഴുതിയെടുക്കാനായിട്ട് കഴിയുന്നത്. എന്ത് തന്നെയായാലും ഒരു സുവർണ അവസരം തന്നെയാണ് നമുക്ക് കേരള ബാങ്ക് ഓപ്പൺ ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ പോലെ ഏജ് കഴിഞ്ഞു എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഒന്നും കൂടി ഒന്ന് തയ്യാറെടുക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവസാന പിടിവള്ളിയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ കേരള ബാങ്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും ഓഫീസ് അറ്റൻഡൻ്റ് ആണ്. ഒരു 3-4 വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്ലർക്കായിട്ട് അപ്ഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ക്ലർക്കായിട്ട് പ്രൊമോഷൻ കിട്ടാനുള്ള ചാൻസും വളരെ കൂടുതൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള PSC വാർത്തകളും അപ്ഡേറ്റുകളും ക്ലാസ്സുകളും ലഭിക്കുന്നതിനായിട്ട് നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻസും വീഡിയോ നോട്ടിഫിക്കേഷൻസും ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയമുള്ളവർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അതിലേക്കുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ ഒന്നുകൂടി എല്ലാവർക്കും ഹാപ്പി വിഷു നേരുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ ബൈ.